ഇന്നത്തെ ഗ്ലോബൽ അപ്ഡേറ്റ്സിൽ ജർമ്മനിയിൽ ഉർസല വോണ്ടർലൈൻ എല്ലാവർക്കും അറിയാമല്ലോ. പ്രസിഡന്റ് ഓഫ് യൂറോപ്യൻ കമ്മീഷൻ, അതായത് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ്. അവിടെ അതായത് യൂറോപ്യൻ യൂണിയനിൽ കിടക്കുന്ന മൊത്തം രാജ്യങ്ങളും തന്നെ വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അപ്പം നിലവിലെ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ ആണ്. ഇവർ ഇന്ത്യക്കൊക്കെ വന്നിരുന്നു കഴിഞ്ഞൊരു 3 മാസങ്ങൾക്ക് മുമ്പ്. ഇന്ത്യ വിസിറ്റ് നടത്തി. ട്രംപിൻ്റെ താരിഫൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് ഏപ്രിലിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത് പല രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ട് നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. അത് നമ്മൾ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാർത്തിയുടെ മേളിൽ ഈ ഫൈസർ ഗേറ്റ് എന്ന് പറഞ്ഞ കമ്പനി, ഫൈസർ എന്ന് പറഞ്ഞ വാക്സിൻ എല്ലാവർക്കും അറിയാമല്ലോ. കോവിഡിൻ്റെ ടൈമിൽ ഈ ഒരു വാക്സിന് ഭയങ്കര ഡിമാൻഡായിരുന്നു. പലരും ഫൈസർ വാക്സിൻ കിട്ടുന്ന സ്ഥലത്ത് പോയി എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈസർ ഗേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു ഫൈസർ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തിരുന്നത് യൂറോപ്യൻ മേഖലയിൽ, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത് വളരെ പോപ്പുലറായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വാക്സിൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ മേളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഫൈസർ ഗേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും അതിൽ ബ്രൈബ് മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പേരിലുള്ള ആരോപണം. അപ്പോൾ ഇവർ ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഇപ്പോൾ ഈ ആരോപണം ഇങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. ഇപ്പം നമ്മളുടെ മേളിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? ക്ലിയർ കട്ടായിട്ടുള്ള പ്രൂഫ് കൊടുക്കുക. ഞാൻ ഫൈസർ കമ്പനിയുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഇതാണ് ഞങ്ങൾ തമ്മിൽ നടന്ന കോൺവെർസേഷൻ, ഇതാണ് നമ്മളുടെ അടുത്ത് നിന്ന് പോയ LPO, ഈ ലീഗൽ പർച്ചേസ് ഓർഡർ, ഈ പർച്ചേസ് ഓർഡറിൻ്റെ കൊട്ടേഷൻ ഇതാണ്, ആ കൊട്ടേഷൻ്റെ എമൗണ്ടിനാണ് ഈ സാധനം വന്നിരിക്കുന്നത്. തീർന്നല്ലോ പ്രശ്നം. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോഴത്തേക്കും ഉർസുല വോണ്ടർലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു 66 വയസ്സ് ലേഡി ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ ഒരു രീതിയിലും അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല. ഉന്നയിച്ച് ഒരു ആരോപണം നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സൈഡിൽ നിന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് ആ അന്വേഷണം പൂർത്തീകരിക്കണം. അതിന് ഇവർ തയ്യാറല്ല. ഇവരുടെ മൊബൈൽ ഫോൺ ചോദിച്ചപ്പോഴത്തേക്കും ഇവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കേടായി, ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ വേറെയാണ് എന്നുള്ള ഒരു നാടകമാണ് ഇവരവിടെ നടത്തിയത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇവർക്ക് എന്തോ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത്. പിന്നെ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വരുമാനത്തിൻ്റെ സ്രോതസ് ഇവർ ചോദിക്കുമ്പോഴത്തേക്കും അതും ഇവർ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. നമ്പർ 2, ഇവർ പണം പറ്റിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കണ്ടെത്തലിൻ്റെ ഒരു തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫൈസർ വാക്സിൻ യൂറോപ്യൻ കമ്മീഷനിന് പല ഘട്ടങ്ങളിലാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസും പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്ത ഓർഡറുകൾക്കെല്ലാം ഉള്ള പ്രൈസിലുമുള്ള ഒരു ഡിഫറൻസ്, അതെന്തുകൊണ്ട് ആ ഒരു പ്രൈസ് വേരിയൻസ് സംഭവിച്ചു? അങ്ങനെ ഫൈസർ ഗേറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഇങ്ങനെ 2-3 ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ വിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇല്ല. ഫൈസർ ഗേറ്റ് കമ്പനി പറയുന്നത് ഞങ്ങൾ വിലയിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല, ആദ്യത്തെ വിലയും രണ്ടാമത്തെ വിലയും മൂന്നാമത്തെ വിലയും എല്ലാം ഒന്ന് തന്നെയെന്നാണ് ഫൈസർ ഗേറ്റ് കമ്പനി പറയുന്നത്. ഇത്രയും തെളിവുകളെ ഫൈസർ ഗേറ്റ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റൂ. അതിലുപരിയായിട്ട് ഈ ഉർസുല വോണ്ടർലൈൻ കൊടുത്ത LPOയിൽ അവർ 4 മില്യൺ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞിരുന്നു ഫൈസർ ഗേറ്റ് കമ്പനിയിൽ. ഇതാണ് ആരോപണം. ആദ്യത്തെ തവണ ഫൈസർ വാക്സിൻ വന്നപ്പോഴത്തേക്കും ഒരു വിലയുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് പ്രൈസ്. രണ്ടാമത്തെ തവണ ഫൈസർ വാക്സിൻ വാങ്ങിച്ചപ്പോഴത്തേക്കും 4 മില്യൺ അതിനകത്ത് അഡീഷണൽ ബില്ലിൽ വന്നിട്ടുണ്ട്. ആ ഒരു പ്രൈസ് ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇത് യൂറോപ്യൻ കമ്മീഷനിലെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വരെ ഇത് അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് അവരുടെ ബിഹേവിയർ, പെരുമാറ്റം. ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ സഹകരിക്കത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ ഫോൺ ഡീറ്റെയിൽസ് ഒന്നും ഇവർ കൊടുക്കുന്നില്ല. ഈ ഒരു ഫോൺ പൊട്ടിപ്പോയി, കളഞ്ഞുപോയി, നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലുള്ള ഡോക്യുമെന്റേഷനും ഇവർ കൊടുക്കുന്നില്ല. ആകെയുള്ളത് ഈ ഒരു LPOയും അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പർച്ചേസുമാണ്. പക്ഷേ ഇവിടെ പ്രൈമറി ബില്ലിനും അത് ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്ത് വരുത്തിയതിനും രണ്ടാമത് ഓർഡർ ചെയ്ത് വരുത്തിയതിനും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ആണ് ഇപ്പോൾ ഇവർക്ക് നേരെ വരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഇവരുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്നില്ല. പക്ഷേ അതേ ഉത്തരം ഫൈസർ ഗേറ്റ് കമ്പനി കൊടുക്കുമ്പോഴത്തേക്കും അത് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു ഇവരുടെ സ്റ്റേറ്റ്മെന്റുമായിട്ട്. അതായത് ഇവർ പറഞ്ഞ് ബില്ലിടിപ്പിച്ചതാണ്. 4 മില്യൺ നിങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് അയക്കുന്ന ഫൈസർ വാക്സിൻ്റെ മേളിൽ 4 മില്യൺ അഡീഷണൽ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉർസുല വോണ്ടർലൈൻ പറഞ്ഞു എന്നാണ് കേസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരുടെ മേളിൽ ഇപ്പം അവിശ്വാസ പ്രമേയം യൂറോപ്യൻ യൂണിയൻ കമ്മീഷനിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഇത് സംഭവിച്ചേക്കാം. അങ്ങനെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ 2 ചേരി. ഒരു സൈഡിൽ ഉർസുല വോണ്ടർലൈനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്നത് ഫൈസർ വാക്സിൻ ആ സമയത്ത് ഭയങ്കര അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് ഉർസുല വോണ്ടർലൈൻ അവരുടെ എല്ലാ എഫേർട്ടും ഇട്ട് വാക്സിൻ നമുക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ രീതിയിലുള്ള ഡോക്യുമെന്റേഷനും പേപ്പർ വർക്ക്സ് ഒക്കെ അവർ കീപ്പ് ചെയ്യാൻ മറന്നു, ഇല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടാവാം. കാരണം ആ എമർജൻസി ആയിട്ട് അവർ ഇറക്കിയതായിരുന്നു. കാരണം പല രാജ്യങ്ങൾക്കും വാക്സിൻസ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിന് വാക്സിൻ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു അവരുടെ യഥാർത്ഥ കർത്തവ്യം എന്നാണ് സപ്പോർട്ടേഴ്സ് പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് ഞാൻ പറഞ്ഞ പോലെയുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. പിന്നെ
എത്ര തന്നെ സപ്പോർട്ടും സഹകരണവും ചെയ്താലും യൂറോപ്യൻ യൂണിയൻ അഥവാ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ഈ വാക്സിൻ മേടിച്ച് കൊടുക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അതിലുപരിയായിട്ട് അവർ സോഷ്യൽ സർവീസ് ചെയ്തതുപോലെ ഇവിടെ സ്റ്റേറ്റ്മെന്റുകൾ ആരും പറയേണ്ട ആവശ്യമില്ല എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. പിന്നൊരു വിഭാഗമുണ്ട്, അവർ വളരെ ന്യൂട്രലാണ്. അവർ പറയുന്നത് എന്തായാലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ യൂറോപ്യൻസിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഉർസുല വോണ്ടർ ലൈനിൽ നിന്നും പണം പറ്റിയ ആൾക്കാർ എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ പണം പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വോട്ടിടും. പണം പറ്റാത്ത ആൾക്കാർ, അവിടെയുള്ള അത്രയും ആൾക്കാരെയും ഉർസുല വോണ്ടർ ലൈനിന് പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉർസുല വോണ്ടർ ലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിന് ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ അവർ പരാജയപ്പെട്ടാൽ ഈ സ്ഥാനം ഒഴിയേണ്ടി വരും. അതാണ് ഇപ്പൊ നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Voti favorevoli 383. Ursula von der Leyen, the European Commission President, faces a no-confidence vote in the European Parliament on July 10, 2025, fueled by the Pfizer-Gate scandal, a saga of secrecy, vaccine deals, and eroded trust. This controversy, centered on her opaque negotiations with Pfizer, exposes a deeper flaw in her leadership, a disregard for accountability that threatens the EU's democratic credibility. I am committed to working with this House every step of the way. And I want to say that I hear your concerns loud and clear. And I will always be ready to be open about our work and find common solutions with pro-Europeans, pro-democratic forces in this House. And I will always respect the prerogative of this House, because this spirit of compromise is what democracy is about. As MEPs debate her future, Pfizer-Gate reveals why von der Leyen's tenure is increasingly untenable. In 2021, amid the COVID-19 crisis, von der Leyen personally brokered a $35 billion deal with Pfizer CEO Albert Bourla for 1.8 billion vaccine doses. She boasted to the New York Times that these talks unfolded via text messages and calls, an unusually informal approach for such a high-stakes contract. When journalists sought these texts under EU transparency laws, the Commission refused, claiming they were either lost, unregistered, or irrelevant. This sparked outrage, with the European Ombudsman, Emily O'Reilly, slamming the Commission's response as maladministration. In 2022, the scandal deepened in May 2025, when the EU's General Court ruled that the Commission violated transparency rules by failing to justify withholding the texts. The court dismissed claims that the messages were insignificant, given their link to a multi-billion euro deal. Shockingly, the Commission's lawyers admitted they hadn't even seen the texts, relying solely on von der Leyen's office to deem them unimportant. Questions about whether the messages were deleted or her phone replaced remain unanswered, fueling suspicions of a cover-up. Pfizer-Gate isn't just about missing texts. It's about what they might reveal. The Financial Times reported that the Pfizer deal cost taxpayers $4 billion more than prior contracts due to a price hike. Were these texts evidence of mismanagement or favoritism? Von der Leyen's refusal to clarify invites skepticism, undermining her credibility as a steward of public funds. The no-confidence motion, led by Romanian MEP Gheorghe Pipărea and backed by over 70 MEPs, is a direct response to this ruling. Procesul decizional a devenit opac și discreționar și azi ridică temeri de abuz și corupție. Pipărea, a right-wing lawmaker, argues that von der Leyen's secrecy, alongside allegations of election meddling in Romania and misuse of EU funds for military purposes, disqualifies her from leadership. The vote, though unlikely to pass, requiring a two-thirds majority in the 720-seat parliament, reflects growing unease across the political spectrum. Even allies in the Socialist and Renew Europe blocs show signs of wavering.
especially after von der Leyen's abrupt withdrawal of an anti-greenwashing law in June 2025, which alienated the Greens and dented her coalition. Why now? The timing reflects a broader rebellion against von der Leyen's imperious style. Her absence from the Pfizergate court hearing, described by O'Reilly as the elephant who wasn't in the room, epitomizes her evasiveness. She has centralized power, sidelined dissent, and dodged scrutiny while preaching transparency. This hypocrisy has galvanized critics, particularly right-wing groups like the Patriots for Europe, who see Pfizergate as proof of Brussels' double standard. വിഷയം അതേപോലെ ബൾഗേറിയ പുതിയതായിട്ട് യൂറോപ്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് വോട്ടെടുപ്പ് നടത്തി, ആ വോട്ടെടുപ്പിൽ അവർ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബൾഗേറിയ ഇനി മുതൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഷെങ്സൺ വിസയിൽ ഇനി ബൾഗേറിയയും കൂടെ വിസിറ്റ് ചെയ്യാനുള്ള വിസ പെർമിറ്റ് ഉൾപ്പെടുത്തുന്നതായിരിക്കും സെങ്ഷനിൽ. അപ്പോൾ ഇതാണ് ഒരു പുതിയതായിട്ട് ഒരു യൂറോപ്യൻ സൈഡിൽ നടന്നൊരു വാർത്ത. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.